ഹലോ എല്ലാ +1 +2 തുല്യതാ പഠിതാക്കളെയും ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. എല്ലാവരും പരീക്ഷാ റിസൾട്ടിൻ്റെ +1 ആയാലും +2 ആയാലും എല്ലാ പ്രിയ പഠിതാക്കളും പരീക്ഷാ റിസൾട്ടിൻ്റെ കാത്തിരിപ്പിലാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ടാണ് റിസൾട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ വീഡിയോ. www.keralaresult.nic.in എന്നതാണ് നമ്മുടെ റിസൾട്ട് അറിയാനുള്ള വെബ്സൈറ്റ്. www.keralaresult.nic.in ആണ്. keralaresults.nic.in എന്നുള്ളതാണ് നമ്മുടെ റിസൾട്ട് അറിയാനുള്ള സൈറ്റ്. ആ സൈറ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ സൈറ്റ് നമ്മുടെ റിസൾട്ട് അറിയാനുള്ള സൈറ്റ് ഞാനിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയിട്ട് ആ സൈറ്റിൽ പോയിട്ട് റിസൾട്ട് അറിയണം. ഒരിക്കൽ കൂടി സൈറ്റ് അഡ്രസ്സ് പറയാം. www.keralaresults.nic.in എന്നതാണ് നമ്മുടെ റിസൾട്ട് അറിയാനുള്ള സൈറ്റ്. ഈ സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ പേജിലേക്ക് ഇങ്ങനെ വരും. കേരള എക്സാമിനേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞൊരു പുതിയ പേജിലേക്ക് വരും. അതിൽ ഏറ്റവും മുകളിൽ ലിങ്ക് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ഇയറിൻ്റെതും ഉണ്ടാവും, സെക്കൻഡ് ഇയർ ഉണ്ടാവും. ഫസ്റ്റ് ഇയർ റിസൾട്ട് ഒന്ന് വരുന്നുണ്ട്, സെക്കൻഡ് റിസൾട്ടും വരുന്നുണ്ട്. അപ്പോൾ DHSE ഫസ്റ്റ് ഇയർ ഇക്വലൻസി എക്സാം ജൂലൈ 24 ഉണ്ടാവുക. അപ്പോൾ അതിൽ പോയാൽ ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. DHSE ഫസ്റ്റ് ഇയർ ഇക്വലൻസി എക്സാം ജൂലൈ 2024 ഉണ്ടാവും. പിന്നെ വേറൊരു ലിങ്ക് ഉണ്ടാവുക, ഇത് ഏറ്റവും മുകളിലാണ് ഉണ്ടാവുക കേട്ടോ. DHSE സെക്കൻഡ് ഇയർ ഇക്വലൻസി എക്സാം ജൂലൈ 2024 ഉണ്ടാവും. രണ്ട് സെപ്പറേറ്റ് ലിങ്കായിട്ടാണ് വരിക. ആദ്യം ഞാൻ പറഞ്ഞു ഈ www.keralaresult.nic.in എന്നുള്ള സൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു പുതിയ പേജിലേക്ക് പോകും. ആ പേജിൽ ഏറ്റവും മുകൾ ഭാഗത്ത് ഉണ്ടാവും DHSE സെക്കൻഡ് ഇയർ ഇക്വലൻസി എക്സാം ജൂലൈ 2024 ഉണ്ടാവും. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ ആയത് DHSE ഫസ്റ്റ് ഇയർ ഇക്വലൻസി എക്സാം ജൂലൈ 2024 ഉണ്ടാവും. ഇങ്ങനെ ഏറ്റവും മുകൾ ഭാഗത്ത് രണ്ട് ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിസൾട്ട് അറിയേണ്ടത്. റിസൾട്ട് അറിയാൻ എന്തൊക്കെ വേണം നമുക്ക്? നമ്മുടെ റോൾ നമ്പർ ആവശ്യമാണ്. റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആവശ്യമാണ്. റോൾ നമ്പർ അടിച്ചിട്ടും ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുക, റിസൾട്ട് വ്യക്തമാവുള്ളൂ. ഓരോ പഠിതാവിൻ്റെയും രണ്ട് കോളം ഉണ്ടാവുക. ആദ്യത്തെ കോളത്തിൽ നമ്മൾ റോൾ നമ്പർ അടിക്കണം, നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ നമ്പർ, അതാണ് റോൾ നമ്പർ. രണ്ടാമത്തെ കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കണം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കണം. ഓരോ പഠിതാവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചാൽ എന്താണ് ഓരോരുത്തരുതായിട്ട് എങ്ങനെ നമുക്ക് റിസൾട്ട് ലഭ്യമാവും. ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. പലരും സംശയം ചോദിച്ചു, സാർ സെക്കൻഡ് ഇയർ റിസൾട്ട് മാത്രമാണോ? അല്ല, അങ്ങനെയല്ല. ജൂലൈ മാസത്തിൽ നടന്ന 2024 ജൂലൈ മാസത്തിൽ നടന്ന ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും എന്ത് വരുന്നുണ്ട്, റിസൾട്ട് വരുന്നുണ്ട്. രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. രണ്ടും സെപ്പറേറ്റ് ലിങ്കാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു, സൈറ്റിൻ്റെ പേര് പറഞ്ഞു. ആ സൈറ്റിൻ്റെ നമ്മുടെ ഈ സൈറ്റിൻ്റെ ID, ആ സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. സൈറ്റിൻ്റെ പേര് ഞാൻ റിസൾട്ട് അറിയാനുള്ള സൈറ്റിൻ്റെ പേര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിൽ പോയിട്ട് റിസൾട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ 3-ാം തീയതിക്കകം എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ഇന്നലെ 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതിക്കകം റിസൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ന് കിട്ടിയ വിവരം ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി രാത്രിക്കകം റിസൾട്ട് ഉണ്ടാവുമെന്നാണ്. ഓഗസ്റ്റ് 2 ഇന്ന് രാത്രിക്കകം റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളിൽ ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. ഓഗസ്റ്റ് 2 ഇന്ന് രാത്രിക്കകം, വെള്ളിയാഴ്ച രാത്രിക്കകം +1 +2 തുല്യതാ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിഞ്ഞ വിവരം, ഏറ്റവും അപ്ഡേറ്റ് ആയ വിവരം. ആ സന്തോഷകരമായ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ വീഡിയോ. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർകാർ കൂടുതൽ മികവോടെ സെക്കൻഡ് ഇയറിൽ പഠനം ഉഷാറാക്കണം. ഓഗസ്റ്റ് അവസാന ഞായറാഴ്ച ക്ലാസ് തുടങ്ങുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഇയറിന് ഓഗസ്റ്റ് ലാസ്റ്റ് ഞായറാഴ്ച ക്ലാസ് തുടങ്ങുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയർകാർ എന്ത് ചെയ്യണം, പഠനം കൂടുതൽ മികവോടെ ഉഷാറാക്കണം. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. സെക്കൻഡ് ഇയറോട് പറയാനുള്ളത്, പഠനം തുടരണം. ഡിഗ്രി ആയിട്ട് വേറെ ഏതെങ്കിലും രീതിയിലായിട്ട് എന്ത് ചെയ്യണം, പഠനം തുടരണം. എല്ലാവരും റിസൾട്ട് വന്നതിന് ശേഷം വേഗം TCക്ക് അപ്ലൈ ചെയ്തിട്ട് TC വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, പഠനം തുടരണം. TC എവിടെയാണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജില്ലാ കേന്ദ്രങ്ങളിൽ, സാക്ഷരതാ മിഷൻ ജില്ലാ കേന്ദ്രങ്ങളിലാണ് TCക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ TC എല്ലാവരും കരസ്ഥമാക്കിയിട്ട് പഠനം തുടരണം. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ റിസൾട്ടിനെ കുറിച്ച് പറയാനായിരുന്നു, റിസൾട്ടിൻ്റെ സൈറ്റിനെ കുറിച്ച് പറയാനായിരുന്നു. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ റിസൾട്ട് ഒരുമിച്ചാണ് വരുന്നത്. സൈറ്റ് പറഞ്ഞു www.keralaresult
www.nic.in www.keralaresults.nic.in റിസൾട്ട് എന്തൊക്കെ വേണം പറഞ്ഞു. റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വേണം. റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആണ് റിസൾട്ട് അറിയാൻ വേണ്ടത്. റിസൾട്ട് ഇന്ന് രാത്രിക്കകം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 2 വെള്ളി ഇന്ന് രാത്രിക്കകം റിസൾട്ട് ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയ പഠിതാക്കളോട് ഷെയർ ചെയ്യാൻ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഹൃദ്യമായ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ആവട്ടെ. എല്ലാവർക്കും നല്ലൊരു വിജയ ശതമാനം ഉണ്ടാവട്ടെ. നല്ലൊരു റിസൾട്ട് ആവട്ടെ. മികച്ച മാർക്ക് ലഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ റിസൾട്ടിൻ്റെ സൈറ്റിനെ കുറിച്ചും റിസൾട്ടിൻ്റെ കൃത്യമായ ഡേറ്റിനെ കുറിച്ചും പറയാനാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.